എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. PM കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതിയുടെ ഒരു വർഷം 6000 രൂപ വീതം നമ്മുടെ വീടുകളിൽ വാങ്ങുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ വെരിഫിക്കേഷനും കർശന പരിശോധനകളും ഒക്കെ തന്നെ നേരിടേണ്ടി വരുന്ന ചില ഗുണഭോക്താക്കളുണ്ട്. ഒരുപക്ഷെ അവർക്ക് ആനുകൂല്യം മുടങ്ങുന്നതിന് കാരണം പോലും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തും പരിശോധനകൾ നടത്തപ്പെടുന്നുണ്ട്. നിലവിൽ ഒരു റേഷൻ കാർഡിൽ തന്നെ ഒന്നിലധികം ആളുകൾ അപേക്ഷ വച്ചിട്ടുണ്ട്. രക്ഷിതാക്കളും അവരുടെ മക്കളും ഉൾപ്പെടെ അപേക്ഷ വച്ച ചില ആളുകൾ ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് പരിശോധിക്കുമെന്നും അതിൽ എത്ര ഗുണഭോക്താക്കളാണോ നിലവിൽ ഈ ഒരു ആനുകൂല്യം തട്ടിയെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ളവരെ തിരിച്ച് അടയ്ക്കേണ്ടി വരുന്നതാണ്. അതായത് ഒരു ഗുണഭോക്താവിന് ആനുകൂല്യം നിലനിർത്തുവാൻ ബാക്കിയുള്ളവർ വാങ്ങിയ തുകയും അത്രയും തുക അടയ്ക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ഒരു പദ്ധതിയിൽ അംഗത്വം എടുക്കുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കിയ രേഖകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ, അതായത് 2019 ഫെബ്രുവരി മാസം വരെ ഭൂമിക്ക് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് കുഴപ്പമുണ്ടായിരിക്കുന്നതല്ല. എന്നാൽ അതിനുശേഷമുള്ള ഭൂമി വിശദാംശങ്ങളാണ് സമർപ്പിച്ചത് എങ്കിൽ 2019 ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത് കരമടയ്ക്കുന്ന രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സമർപ്പിച്ചത് എങ്കിൽ നമ്മുടെ ആനുകൂല്യം മുടങ്ങുവാനായിട്ട് സാധ്യതയുണ്ട്. അത്തരം ആളുകൾക്കും ഈ ഒരു പരിശോധനകൾ നേരിടേണ്ടി വരുന്നതാണ്. അവരുടെ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ഡിഫക്റ്റീവ് ആക്കിയ ശേഷം പിന്നീട് ഒരു ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ് ഈ ഒരു സമയത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കൃഷിഭവനിൽ നിന്നും അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന പ്രത്യേക ഉദ്യോഗസ്ഥരായിരിക്കും നമ്മുടെ രേഖകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ഹിയറിങ്ങിന് വിളിക്കുന്ന പോലെ ഒരു സംവിധാനമായിരിക്കും ചിലപ്പോൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭൂമിയുടെ രേഖകൾ അത് കൃത്യമായിട്ട് ഹാജരാക്കി 2019 അല്ലെങ്കിൽ 2018-19 കാലയളവിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് ഒരുപക്ഷെ നമ്മൾ തെളിയിക്കേണ്ടി വരുന്നതാണ്. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ തുക അത്രയും സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ അവർ ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൂടി വാങ്ങുന്നുണ്ട് എങ്കിൽ ആധാർ പരിശോധനയിലൂടെയാണ് ഇത് പിടിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് വീടുകളിലേക്ക് നോട്ടീസ് എത്തുന്നതാണ്. ഈ ഒരു തുക തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ റവന്യൂ റിക്കവറിക്ക് വരെ സാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.